സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, അതിനോടനുബന്ധമായ കുറേ കാര്യങ്ങൾ, മദ്യവും മയക്കുമരുന്നൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെ അതപ്പതിച്ചോ? കിടക്കുന്ന സമയത്ത് ആ കുട്ടിയോടൊപ്പം തന്നെ ഇവിടെ ഈ ക്രൂവാലിറ്റിയുടെ കാരണം എന്താണ്? ഞാൻ ആമിന ഷമീർ. വളരെ വിചിത്രമായൊരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലേ. സോഷ്യൽ മീഡിയ നിറഞ്ഞാടുന്ന ഒരുപാട് വിഷയങ്ങൾ അല്ലേ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, അതിനോടനുബന്ധമായ കുറേ കാര്യങ്ങൾ, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ചുറ്റിപ്പറ്റിക്കിട്ട് അല്ലേ, അവർ നിൽക്കുന്ന പോസ്, അവരിരിക്കുന്നത് എങ്ങനെയാണ്, അവർ നടക്കുന്നത് എങ്ങനെയാണ്, അവർ കൈ ഉയർത്തിയോ കൈ താഴ്ത്തിയോ, അങ്ങനെ എന്തൊക്കെയാണോ പറയാൻ പറ്റുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അതിനിടയിൽ ഒരു വീഡിയോ കാണാനുണ്ടായി. കാരണം നമ്മുടെ കേരള കലോത്സവം നടക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞ് തളർന്ന് വീണു. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് ന്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ട്. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ഒരു പക്ഷെ കണ്ടിരിക്കാം. പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കലോത്സവ വേദികളിൽ നിന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തലചുറ്റി വീഴുകയോ ഒരു ക്ഷീണം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവരെ പൊതിഞ്ഞ് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രവണത പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചിലയിടത്തൊക്കെ അത് അന്യം നിൽക്കാതെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. കാരണം ഒരു കുഞ്ഞ് വീഴാണ് അല്ലേ. ആ കുട്ടി വീണ് അവിടെ കിടക്കുന്ന സമയത്ത് ആ കുട്ടിയോടൊപ്പം തന്നെ അതുവരെ പ്രാക്ടീസ് ചെയ്ത ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച മറ്റു കുട്ടികൾ, തങ്ങളുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നൊരു കുഞ്ഞ് വീണ് കിടന്ന് കൈകാലുകളിട്ടടിക്കുമ്പോൾ ആ കൊച്ചുങ്ങൾ അവിടെ നിന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മറ്റൊന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, മദ്യവും മയക്കുമരുന്നൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, ഇതുകൊണ്ടാണ് ആളുകൾ ഇത്ര ക്രൂവലായിട്ട് മാറുന്നതെന്നൊക്കെ. ഇവിടെ ഈ ക്രൂവാലിറ്റിയുടെ കാരണം എന്താണ്? ഈ പെൺകുട്ടികളാണ്, അവരുടെ കല അഭ്യസിക്കുകയല്ല, ആ കല പ്രകടിപ്പിക്കുകയാണ്. അതിന് സമ്മാനം നേടണം, അതിനവർക്ക് ഒരു പോയിന്റ് മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെയാണെങ്കിലും ശരി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് കുത്തി നിറച്ചിരിക്കുന്നത്? തങ്ങളോടൊപ്പമുള്ള ഒരാളുടെ ജീവൻ പോയാലും വേണ്ടില്ല, നിങ്ങൾ കളി നിർത്തരുത് എന്ന് പരിശീലിച്ചിട്ടാണോ അവരാ വേദിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ്. നമ്മൾ കേരളീയരാണ്, കേരളത്തിന് തനതായ കുറേ നല്ല നല്ല വശങ്ങളുണ്ട്. മതമൈത്രിയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാനോ നീയോ എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് വ്യക്തികൾ, പന്താവിലൂടെ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാടാണിത്. എന്നിട്ട് നമ്മളെന്തേ ഇങ്ങനെ ആയിപ്പോയത്? ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, അതിനെപ്പറ്റി പിന്നൊന്നും നമ്മൾ കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു നടപടിയൊന്നും നമ്മൾ കണ്ടില്ല. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് കൊടുത്ത ഒരു റിയാക്ഷൻ, അതൊന്നും നമ്മൾ കണ്ടില്ല. ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും നമ്മൾ കണ്ടില്ല. അതോ അതങ്ങനെ മൂടിപ്പോയോ? എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ കലാലയങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്താണ്? അവരുടെ മനുഷ്യത്വവും അവരുടെ സ്നേഹവും നന്മയും ഒക്കെ, അവരുടെ കഴിവുകൾ എല്ലാം കണ്ടെത്തുന്ന ഒരു രീതിയാണ് അല്ലേ നമ്മുടെ സ്കൂൾ തലങ്ങൾ. ആ സ്കൂൾ തലങ്ങളിൽ അവരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ നടത്തുന്ന ഇത്തരം മത്സരങ്ങളും മത്സരവേദികളും. അല്ലാതെ അവരുടെ മനസ്സിലെ നന്മ ഇല്ലാതാക്കുന്ന ഒന്നാണോ അത്? അവരുടെ മനസ്സിലെ നന്മയെ ഊറ്റി അങ്ങ് കളയുക അല്ലേ. ഒരാൾ പോലും അത് കണ്ടു നിന്ന കാണികളെന്ന് മാത്രമല്ല അല്ലേ, കാണികളായാലും വേണ്ടിയില്ല, ഇനി അതിൻ്റെ ജഡ്ജസ്റ്റുകൾ, അവരൊക്കെ ഇങ്ങനെ മരപ്രതിമകളെ പോലെ അവർക്ക് ഇരിക്കാൻ പറ്റി. എങ്ങനെ ഇതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റി നമുക്ക് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വേദന തോന്നി അത് കണ്ടപ്പോൾ. നമ്മുടെയൊക്കെ വീടുകളിലും മക്കളുണ്ടല്ലേ, ഈ കാണുന്ന കാണികളുടെ വീടുകളിലായാലും ജഡ്ജസിൻ്റെ വീടുകളിലായാലും എല്ലായിടത്തും കുട്ടികളുള്ള വീടുകളാണ്. നമ്മുടെയൊക്കെ മക്കളെ നമ്മളിങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്ത് സുരക്ഷിതത്വമാണ് അവിടെ ഉള്ളത്? ഏകദേശം ഒരു മിനിറ്റോളം, ഒരു 56-57 സെക്കൻഡോളം ആ കുട്ടി അവിടെ കിടന്നു എന്നുള്ളതാണ്. എന്ത് സംഭവിക്കാം അല്ലേ? എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ പോലുമുള്ളൊരു മനസ്സ് കാണിക്കാതെ എത്ര വികൃതാണ് മനുഷ്യൻ്റെ മനസ്സ്. ഇങ്ങനെ അതപ്പതിച്ചോ? അവർ കുട്ടികളാണ്, ഒരുപക്ഷെ അവരാ ലഹരിയിൽ അങ്ങനെ കളിച്ചു പോയിരിക്കാം. അവരെ മാത്രം നമ്മൾ
കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ അവരെക്കാൾ അറിവും നിറവുമുള്ള ഒരു ജനസമൂഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പല വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ കളി കണ്ടിരിക്കുന്നവരുണ്ട്, അത് ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്, അതിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്ത് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു? എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. വളരെ വേദനയാണ് തോന്നിയത് കേട്ടോ. കാരണം നമ്മുടെ ഒക്കെ വീടുകളിൽ നിന്ന് മക്കൾ പോകുന്നുണ്ട്. നമ്മളെല്ലാം ആരെ വിശ്വസിച്ചാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്? നമ്മളെ മക്കളെ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അല്ലേ, അധ്യാപകരെയും മറ്റുള്ളവരെ എല്ലാവരെയും നമുക്കൊരു അപകടം പറ്റുമ്പോൾ നമ്മളെ കണ്ടു നിൽക്കുന്ന ആളുകൾ നമ്മളെ സഹായിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നു കേട്ടില്ല. അപ്പം നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കാൻ പാടുണ്ടോ? ഇപ്പം കേരളത്തിൽ വേറെ ഒന്നിനും സമയമില്ല. കേരളത്തിൽ വെറും മരണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കഥകൾ മാത്രമാണ് ആൾക്കാർക്ക് പറയാനുള്ളൂ അല്ലേ? ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും ആരുടെ മനസ്സിലായാലും ഉണ്ടായിരിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. സ്നേഹം, കരുണ, ദയ അല്ലേ? സ്നേഹം, കരുണയും ദയൊക്കെ അങ്ങനെ ഒരുപാട് വിചാരങ്ങളുണ്ട് മനുഷ്യൻ്റെ മനസ്സിലും അവൻ്റെ പ്രവൃത്തികളിലും കാണേണ്ട കുറേ കാര്യങ്ങൾ. എങ്ങോട്ടായി പോക്ക്? അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരളലിയിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏത് കുട്ടിയാവട്ടെ, എൻ്റെ മോളോ നിങ്ങളുടെ മോളോ ആരുടെയോ മോളാകട്ടെ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ ഇനി എന്തായിരുന്നു അതിൻ്റെ പരിണിതം എന്നൊന്നും നമ്മൾ കേട്ടില്ല കേട്ടോ. നമ്മൾ അറിഞ്ഞേയില്ല ആ കുട്ടിക്ക് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ചിലപ്പോഴൊക്കെ സംഭവിക്കാം, വളരെ നേരത്തെ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അവർക്ക് ടെൻഷൻ കൊണ്ട് സംഭവിക്കാം. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധ, ഒരു ജീവൻ ഒരു പക്ഷേ പൊലിയാം. ആ ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്, അതോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ സാമാന്യം ബുദ്ധിയും വിവരമുള്ള മക്കളുടെ ഇടയിൽ നമ്മളിത് പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. വിദ്യാഭ്യാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ വിവരമുള്ളവരായി തീരാനാണ്. ഉള്ള വിവരം കൂടി ചോർന്നു പോകുന്ന ഒരവസ്ഥ അല്ലേ? നമ്മളൊക്കെ മാതാപിതാ ഗുരു ദൈവോ ഭവ എന്ന് പറയൂലേ. എന്നിട്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. നമ്മൾ ആരെ വിശ്വസിക്കണം? ആരോടാണ് നമുക്ക് പരാതി പറയേണ്ടത്? ആരോടാണ് നമ്മൾ സങ്കടം പറയുക? ആരാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകുക? ഇതൊക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ് അല്ലേ? ഇതെല്ലാം നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പം സംഭവിച്ചതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകും? നമ്മുടെ കുരുന്നുകളെ നമ്മൾ വളർത്തി വലുതാക്കുമ്പോൾ അവരിൽ വളർത്തിയെടുക്കേണ്ട കുറച്ച് സ്വഭാവ ചിട്ടകളുണ്ട്. അവരുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട കുറേ നന്മകളുണ്ട്. അത് വളർത്തുന്നതിന് പകരം ഇപ്പം നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരാഗ്യം, ദേഷ്യം അല്ലെ, വെറുപ്പ്. ഇതല്ലാതെ ഒരു തൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവൻ വേദനിക്കുമ്പോൾ നമ്മളവരെ എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കണം എന്നുള്ളൊരു വിഷയം നമ്മളവരെ പഠിപ്പിക്കണം അല്ലേ? അവർ ഭാവിയിൽ ആരോ എന്തോ ആവട്ടെ, എങ്ങനെയോ ആവട്ടെ, ഇതൊക്കെ തന്നെയല്ലേ കണ്ടു വളരുന്ന മക്കള്. നമ്മളെപ്പോഴും പറയും അമ്മയാണ് കുട്ടികളുടെ മടിത്തട്ട്, അമ്മയാണ് കുട്ടികളുടെ വിദ്യാരംഭം എന്നൊക്കെ. പക്ഷെ ഒരമ്മ പഠിപ്പിക്കുന്ന സമയവും അതിൽ കൂടുതലായിട്ട് അവർക്ക് പ്രാവർത്തികമാക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നുമില്ല. കലാലയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കലയെ മാത്രം പരിപോഷിപ്പിച്ചു കൊണ്ടുവരേണ്ടതല്ല, അതിനോടൊപ്പം തന്നെ അവരുടെ കുറേ സ്വഭാവ ദൂഷ്യങ്ങളും സ്വഭാവ ഗുണങ്ങളും വളർത്തി വലുതാക്കേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്കൂൾ തലങ്ങളിലേക്ക് കുട്ടികളെ വിടുന്നത്. വെറുതെ അക്ഷരങ്ങൾ പഠിച്ചു, കുറേ അക്കങ്ങളുടെ ഇടയിൽ നമ്മൾ വളർന്നു, ഇത് മാത്രമാണോ? അവരുടെ സംസ്കാരമാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാവാൻ നമ്മുടെ മക്കളെ സഹായിക്കുന്ന ഇത്തരം കലാലയങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകളെ കണ്ടില്ല എന്ന് വെക്കരുത്. അതിന് നമ്മൾ എന്താ പറയുക, ഇത്തരം ചെയ്തികളെ നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. വെറും മത്സരബുദ്ധിയോടുകൂടി മക്കളെ വളർത്തിയെടുക്കുക. ഒരു അയൽപക്കത്തിരിക്കുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു മാർക്ക് കൂടിപ്പോയി, അല്ലെങ്കിൽ തൻ്റെ കുട്ടികളുടെ ഒരു മാർക്ക് കുറഞ്ഞു പോയി, എവിടെ പോയി ആ മാർക്ക് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് അല്ലേ, ഇത്രയെങ്കിലും നിനക്ക് കിട്ടിയല്ലോ, ഇത്രയൊക്കെ നിനക്ക് കിട്ടിയല്ലോ, അതിൽ സന്തോഷിക്കുന്ന ഒരു മാതാപിതാക്കളുടെ മനസ്സ് ഇതൊക്കെ ഇനി എന്ന് തിരിച്ചു വരും? അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. കാരണം വാശിയും വൈരാഗ്യവും എന്താ പറയുക, ജീവികളോടുള്ള കാരുണ്യം ഒന്നുമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നൂലേ നമുക്ക്? കാരണം കുട്ടികളിൽ നിന്ന് വളർന്നു വരേണ്ട കുറേ നന്മകളുണ്ട്. അത് വളർത്തിയെടുക്കേണ്ടത്
വലിയവർ തന്നെയാണ്. ഇല്ല, അവർ കണ്ടു വളരേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കണ്ടും കേട്ടും വളരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ടീനേജ് കാലം മുഴുവൻ അവർ ചെലവാക്കുന്നത് അവരുടെ വിദ്യാലയങ്ങളിലാണ്. അവിടെ എത്രമാത്രം ചിട്ടയും അല്ലേ അടക്കവും ഉണ്ട്, അതൊക്കെ അവരുടെ സ്വഭാവത്തെയും ബാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി, എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാത്രമാണോ വേദനിച്ചിട്ടുണ്ടാവുള്ളൂ? കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രം വേദനിച്ചാൽ മതിയോ? പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ അറിയാതെ കണ്ണൊന്ന് നിറഞ്ഞു പോയിട്ടോ. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോയി, കുഞ്ഞൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം അവിടെ നമ്മൾ കാണുന്നത് ആ കുഞ്ഞവിടെ വീണ് കിടക്കുക, കൈയും കാലും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, നെഞ്ചു തിരുമ്പുക, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും അവിടെ കളി ഗംഭീരമായി നടക്കുകയാണ്. എങ്ങനെ ഇതിന് സാധിക്കുക? മനുഷ്യൻ്റെ മനസ്സൊക്കെ ഇത്രയധികം അധപ്പതിച്ചോ നമ്മുടെയൊക്കെ സംസ്കാരം? എന്തായാലും ഇത്തരം പ്രവർത്തികളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഇനിയും നമ്മുടെ കണ്ണുകളിലൊന്നും കാണാനും ഇടവരാതിരിക്കട്ടെ. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സ്നേഹവും നന്മയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇവരൊരു മദ്യവും മയക്കുമരുന്നൊന്നും ഉപയോഗിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല അല്ലേ?